മലപ്പുറം ജില്ലയിൽ കോൺഗ്രസ് മത്സരിക്കുന്ന 4 മണ്ഡലങ്ങളിൽ പൊന്നാനി, തവനൂർ മണ്ഡലങ്ങളെ ചൊല്ലിയുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തർക്കങ്ങളില്ലാത്ത വണ്ടൂരിൽ എ.പി. അനിൽകുമാറിനെയും നിലമ്പൂരിൽ ആര്യാടൻ ഷൌക്കത്തിനെയും പ്രഖ്യാപിച്ചാൽ മാത്രം മതി. വണ്ടൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായ 5 വട്ടം മത്സരിച്ച് ജയിച്ച കെ.പി.സി.സി വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ എ.പി. അനിൽകുമാർ 6ാം പോരാട്ടത്തിന് ഒരുങ്ങുകയാണ്. എ.പി. അനിൽകുമാർ അല്ലാതെ മറ്റൊരു പേര് കോൺഗ്രസിന് വണ്ടൂരിലേക്കില്ല. 8 മാസം മുമ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷത്തോടെ വിജയിച്ച ആര്യാടൻ ഷൌക്കത്തല്ലാതെ മറ്റൊരാൾ നിലമ്പൂരിലേക്കുമില്ല. സ്ഥാനാർത്ഥിയെ മറ്റു പേരുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് എ.പി. അനിൽകുമാറും ആര്യാടൻ ഷൌക്കത്തും തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പ്രവർത്തനങ്ങളുമായി മണ്ഡലങ്ങളിൽ സജീവമാണ്. തിരുവമ്പാടിക്ക് പകരമായി തവനൂർ മുസ്ലിം ലീഗിന് വിട്ടു നൽകാനുള്ള ചർച്ചകൾ സജീവമായി നടന്നെങ്കിലും ആകെയുള്ള 4 സീറ്റുകളിൽ 1 വിട്ടുകൊടുക്കുന്നതിന് ജില്ലയിലെ കോൺഗ്രസ് വികാരം എതിരാണ്. ഡി.സി.സി പ്രസിഡന്റ് വി.എസ്. ജോയ്, കെ.പി.സി.സി ജനറൽ സെക്രട്ടറിമാരായ പി.ടി. അജയ് മോഹൻ, സന്ദീപ് വാര്യർ, എ.എൻ. രോഹിത്, ഡി.സി.സി ജനറൽ സെക്രട്ടറി ഇ.പി. രാജീവ് എന്നീ പേരുകളാണ് തവനൂരിലേക്ക് കോൺഗ്രസ് പരിഗണനയിലുള്ളത്. കെ.പി.സി.സി ജനറൽ സെക്രട്ടറി കെ.പി. നൌഷാദ് അലി, ഡി.സി.സി ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പന്താവൂർ, സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് പാറയിൽ തുടങ്ങിയ പേരുകളാണ് പൊന്നാനിയിൽ പരിഗണനയിലുള്ളത്. ന്യൂസ് ഡെസ്ക് ഈ ചാനൽ. ബി.എസ്.സി ഒപ്റ്റോമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. ഇതൊരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് കോഴ്സും കൂടിയാണ്. ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ടൊരു മേഖലയും കൂടിയാണ്. അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു, എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു. We are very happy to be the part of Al Salama Optometry College.